റിട്ടയർഡ് ഡിവൈഎസ്പി ശ്രീ സുഭാഷ് ബാബു കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ഈ നെന്മാറ ഇരട്ട കൊലപാതകത്തിൽ സുധാകരൻ്റെയും മകളുടെയും പരാതി പോലീസ് വേണ്ടത്ര ഗൗരവമായി പരിഗണിക്കാത്തതാണ് ഈ ഒരു ദാരുണ സംഭവത്തിലേക്ക് നയിച്ചത്. പോലീസിന്റെ വീഴ്ച സുവ്യക്തമാണ് ഈ കാര്യത്തിൽ. അങ്ങനെ തന്നെയല്ലേ കരുതേണ്ടത്? തീർച്ചയായിട്ടും അങ്ങനെയാണ്. കാരണം അദ്ദേഹം ആദ്യം ഒരു കൊലപാതകം ചെയ്തു, മാനസിക പ്രശ്നമുള്ള ആളാണ്. പിന്നെ ആ കൊലപാതകം ചെയ്തു കഴിഞ്ഞ് തന്നെ വീണ്ടും ആളുകളെ കൊലപാതകം നടത്തും എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച് പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അന്നത്തെ മാനസിക സാഹചര്യത്തിൽ നിന്ന് മാറ്റമൊന്നും വന്നിട്ടില്ല. അദ്ദേഹം കുറെ റിമാൻഡിലായിരുന്നു. അതിനുശേഷം ബെയിൽ കിട്ടിയതിനു ശേഷം ബെയിൽ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അത് പോലീസിന് അറിയാവുന്ന കാര്യമാണ്, ബെയിൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് പോലീസ് സ്റ്റേഷൻ പരിധിയിലും അതിനുശേഷം ആ പഞ്ചായത്ത് പരിധിയിലും കയറരുതെന്ന് പറഞ്ഞതിന് ശേഷവും ഈ പ്രതി അവരുടെ സ്വന്തം വീട്ടിൽ വന്ന് താമസിച്ചു. അതിനെ തുടർന്ന് അദ്ദേഹം വീണ്ടും ഇതേമാതിരി ഭീഷണി ഉയർത്തുകയും അതിൽ പോലീസിൽ പരാതി കൊടുക്കുകയും ഞങ്ങൾക്ക് ജീവഭയമുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ ഈ മരിച്ച സുധാകരനും മകളും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ നേരിട്ട് ഹാജരാകുകയും നാട്ടുകാരുടെ അടുത്ത് നിന്ന് ഒരു മാസ് പെറ്റീഷനും ഒക്കെ കിട്ടിയതിനു ശേഷവും പോലീസ് അതിന് സത്വര നടപടി സ്വീകരിക്കാതെ ഇങ്ങനെയുള്ള ഒരു മാനസിക പ്രശ്നമുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വെല്ലുവിളിച്ച് നടക്കുന്ന, ഇനിയും കൊല്ലും എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി നടക്കുന്ന ഒരു വ്യക്തിയെ സ്വാഭാവികമായിട്ടും നടപടിയെടുക്കാൻ പോലീസ് സാധിക്കേണ്ടതാണ്. പോലീസ് ചെയ്യാതിരുന്ന എന്തുകൊണ്ടാണ് എന്നറിയാൻ ഏതെങ്കിലും സമ്മർദ്ദം കൊണ്ടായിരിക്കുമെന്നാണ് എനിക്ക് തോന്നിയല്ലേ. എന്തായാലും ശരി, ഇങ്ങനെയുള്ള ഒരു വ്യക്തി ബെയിലിന്റെ കണ്ടീഷന് വിപരീതമായിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റി കോടതിയിൽ റിപ്പോർട്ട് കൊടുത്ത് അപ്പൊ തന്നെ ആ ബെയിൽ ക്യാൻസൽ ചെയ്തതിനു ശേഷം അദ്ദേഹത്തിനെ ജയിലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു ബാധ്യത പോലീസിനുണ്ട്. അത് പോലീസ് ഒരു അനങ്ങാമ്പാറമായ വല്ല മെല്ലപ്പോക്ക് സമീപനമാണ് അതിനകത്തിൽ ഈ പ്രശ്നം ഉണ്ടായത്. എന്തായാലും അദ്ദേഹത്തിനെ അവിടെ നിന്ന് മാറ്റിയിരുന്നുവെങ്കിൽ ഈ രണ്ട് കൊലപാതകം നടക്കാതെ പോയതിന് അതിന് ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ് എന്നുള്ളതിന് സംശയമൊന്നും വേണ്ട. അത് ഒരു വീഴ്ചയായിട്ട് പോലീസ് തന്നെ അംഗീകരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. മേലിലെങ്കിലും ഇതേമാതിരി ഇപ്പൊ അടിക്കടിക്ക് വീഴ്ചകൾ വരുന്നുണ്ട്, മേലിലെങ്കിലും അത് വരാതിരിക്കട്ടെ എന്നാണ് പറയാനുള്ളത്. വളരെ നന്ദി ശ്രീ സുഭാഷ് ബാബു പ്രതികരിച്ചതിന്.